എനിക്കൊരു ഭാര്യയെ മാത്രമല്ല മീനു, അച്ചുവാവയ്ക്ക് ഒരമ്മ വേണം. അമ്മയുടെ സ്നേഹവും ലാളനയും കിട്ടിയിട്ട് വേണം എൻ്റെ മകൻ വളരാൻ. അതിന് ഏറ്റവും അനുയോജ്യമായത് എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എനിക്കറിയാം ഇത് നിൻ്റെ ജീവിതമാണ്. അത് എങ്ങനെയാകണമെന്ന് തീരുമാനിക്കേണ്ടതും നീയാണ്. അതുകൊണ്ട് തന്നെ ആലോചിച്ച് മാത്രം ഒരു തീരുമാനം പറഞ്ഞാൽ മതി. വിനുവേട്ടൻ പറഞ്ഞു നിർത്തി. എന്തു പറയണമെന്നറിയാതെ മനസ്സാടി ഉലഞ്ഞു. ചേച്ചി മരിച്ചിട്ട് 6 മാസം മാത്രമേ ആയുള്ളൂ. അച്ചുവാവയ്ക്ക് 1 വയസ്സും. രണ്ടാളുടെ മുഖവും ഒരു മിന്നലാട്ടം പോലെ മനസ്സിലൂടെ ഓടിപ്പോയി. ശരിയാണ് വിനുവേട്ടൻ പറഞ്ഞത്. അച്ചുമോൻ അമ്മയാകാൻ എന്നേക്കാൾ നല്ലത് മറ്റാരാണ്? അല്ലെങ്കിലും ചേച്ചിയുടെ മരണത്തിനു ശേഷം അവനെ ഞാൻ മനസ്സുകൊണ്ട് അമ്മയായതാണ്. അവൻ വളരണം. ആ ഒരമ്മയുടെ സ്നേഹം അറിഞ്ഞു വളരണം. മനസ്സിൽ ഉറച്ച ചില തീരുമാനങ്ങളെടുത്ത് ഞാൻ വിനുവേട്ടനെ നോക്കി. എന്താ മീനു, നിനക്കിഷ്ടമല്ലാച്ചാ വേണ്ട. ഹേ, എനിക്കിഷ്ടക്കേടൊന്നുമില്ല. വിനുവേട്ടൻ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തീരുമാനിച്ചോളൂ. വിനുവേട്ടൻ്റെ ചുണ്ടിൽ ചെറിയ ഒരു പുഞ്ചിരി വിടർന്നു. എനിക്കറിയാം നിനക്ക് സമ്മതിക്കാതിരിക്കാനാവില്ലെന്ന്. കാരണം നീ എൻ്റെ ചാരുവിൻ്റെ ചോരയല്ലേ. അവളുടെ മനസ്സ് തന്നെയാണ് നിനക്കും. വിനുവേട്ടൻ്റെ വാക്കുകൾ ഇടറി. കണ്ണു നിറഞ്ഞു. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. പേരിനൊരു ചടങ്ങ് മാത്രം നടത്തി വിനുവേട്ടൻ എൻ്റെ കഴുത്തിൽ താലി അണിഞ്ഞു. എല്ലാത്തിനും ഒരു പുഞ്ചിരിയോടെ സാക്ഷിയായി അമ്മയുടെ തോളിൽ അച്ചുവാവയും. കണ്ണീരൊപ്പു ചേർന്ന അമ്മയുടെ അനുഗ്രഹം വാങ്ങി അച്ചുവാവയുമായി പടിയിറങ്ങുമ്പോൾ ചുറ്റിലും കൂടിയ പലരും എൻ്റെ തീരുമാനത്തെയും വലിയ മനസ്സിനെയും വാനോളം പുകഴ്ത്തി പറയുന്നുണ്ടായിരുന്നു. ഇവിടെ ചെറുതായി അലങ്കരിച്ച മണിയറയിൽ നിന്ന് അച്ചുവാവയ്ക്ക് നിപ്പിൾ കുപ്പിയിൽ പാല് കൊടുക്കുമ്പോഴും മനസ്സിലെ ചിന്ത മുഴുവൻ അമ്മയെക്കുറിച്ചായിരുന്നു. പാവം, ഇനി മുതൽ അമ്മ വീട്ടിൽ തനിച്ചാണ്. അച്ഛൻ മരിച്ചതിൽ പിന്നെ ഞാനും ചേച്ചിയുമായിരുന്നു അമ്മയുടെ കൂട്ട്. ഇന്നിപ്പോൾ ആരുമില്ലാതെയായി. ഓർത്തപ്പോൾ കണ്ണീറനണിഞ്ഞു. എത്ര പെട്ടെന്നാണ് ജീവിതം തലകീഴെ മറിഞ്ഞത്. ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഒരാളുടെ ഭാര്യയായത്. അല്ലെങ്കിലും ജീവിതം ഇങ്ങനെയൊക്കെയാണ്. ഇമ ചിമ്മി തുറക്കുന്ന നേരം മതി എല്ലാം തലകീഴെയാവാൻ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അത് വിനുവേട്ടനാകും എന്നുറപ്പായിരുന്നു. പേരിനൊരു ചടങ്ങായിരുന്നുവെങ്കിലും ഇന്നെൻ്റെ ആദ്യ രാത്രിയാണല്ലോ. ഒരു മണവാളനായി തന്നെയായിരുന്നു വിനുവേട്ടൻ വന്നിരുന്നത്. വെള്ളമുണ്ടും ഷർട്ടും ചന്ദനക്കുറിയും എല്ലാമുണ്ട്. ചുണ്ടിലൊരു പുഞ്ചിരിയും. എന്താ മീനു ഇങ്ങനെ നോക്കുന്നത്? എൻ്റെ വേഷം കണ്ടിട്ടാണോ? എൻ്റെ 2ാം കെട്ടാണെങ്കിലും നിൻ്റെ ആദ്യ രാത്രിയല്ലേ ഇന്ന്. അതിനൊരു മാറ്റു കുറയേണ്ട എന്ന് കരുതിയാണ് ഞാൻ. ഇത്രയും പറഞ്ഞ് വിനുവേട്ടൻ എന്നെ അടിമുടിയൊന്ന് നോക്കി. ചെല്ല്, പോയി കുളിക്ക്. രാവിലെ മുതൽ ഈ വേഷത്തിലല്ലേ. ഒന്ന് ഫ്രഷ് ആവട്ടെ. എന്നിട്ട് അടുക്കളയിൽ പോയി പാലും എടുത്ത് ഒരു മണവാട്ടിയായി വേണം തിരികെ വരാൻ. കേട്ടല്ലോ? ഞാനൊന്ന് ചിരിച്ചു. വശ്യമായൊരു പുഞ്ചിരി. പെട്ടെന്ന് തന്നെ കുളിച്ച് വൃത്തിയായി പാലുമായി ഞാൻ മണിയറയിലേക്ക് ചെന്നപ്പോൾ വിനുവേട്ടൻ അക്ഷമനായി എന്നെ കാത്തിരിക്കുകയായിരുന്നു. പതിയെ വിനുവേട്ടന് ഞാൻ കയ്യിലെ പാല് നീട്ടി. പാതി കുടിച്ച വിനുവേട്ടൻ ഗ്ലാസ് എനിക്ക് നേരെ നീട്ടിയപ്പോൾ ഞാനത് വാങ്ങി പതിയെ ജനലിൻ്റെ അടുത്തേക്ക് നടന്നു. ജനൽ കമ്പിയിൽ പിടിച്ച് തിരിഞ്ഞു നിന്ന് ചോദിച്ചു, വിനുവേട്ടന് എന്നെ ശരിക്കും ഇഷ്ടമാണോ? അതെന്താ മീനു നീ അങ്ങനെ ചോദിച്ചത്? ഹേയ്, ഒന്നല്ല, ചുമ്മാ അറിയാൻ. അതേടോ, ഇപ്പം തൊട്ട് എനിക്ക് നിന്നെ ഇഷ്ടമാണ്, മറ്റാരെക്കാളും. അപ്പോൾ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ? അത് ആരും അറിയാതെ എന്നെയും കൊല്ലുമായിരുന്നോ? എൻ്റെ ചേച്ചിയെ കൊന്നതുപോലെ? അയാളൊന്ന് ഞെട്ടി. ഇതുവരെയും അണിഞ്ഞിരുന്ന മുഖം മൂടി അഴിഞ്ഞു വീണതിൻ്റെ ഞെട്ടൽ. മീനു, മിണ്ടരുത്. താൻ എന്താടോ കരുതിയേ? ഞാനൊന്നും അറിഞ്ഞിട്ടില്ലെന്നോ? അതോ തൻ്റെ കപട സ്നേഹത്തിന് മുന്നിൽ വീണുപോയെന്നോ? എൻ്റെ ശരീരം കൊതിച്ച് എൻ്റെ പാവം ചേച്ചിയെ കൊന്ന തന്നോടുള്ള പകപോകലാണോ ഈ കല്യാണം? ഞാൻ മെനഞ്ഞെടുത്ത ആസൂത്രിത തിരക്കഥ. അവസാനമെല്ലാം ഞാൻ കരുതിയ പോലെ തന്നെയായി. നിന്റെ കുഴി തേടി നീ എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു. ഇനി ഈ ലോകത്ത് നിമിഷങ്ങൾ മാത്രമാണ് നിന്റെ ആയുസ്. അത്രയും വിഷമാണ് ഈ പാലിനൊപ്പം നീ അകത്താക്കിയത്. നീ അറിയണം, എൻ്റെ ചേച്ചി അനുഭവിച്ച വേദന എത്രയായിരുന്നുവെന്ന്. പ്രാണവായുവിനു വേണ്ടി പിടയുന്നത് ഈ കണ്ണുകൊണ്ട് കാണണം എനിക്ക്. ഡീ നായേ, നിന്നെ ഞാൻ എന്നലറിയയാൾ എനിക്ക് നേരെ കയ്യോങ്ങി. പക്ഷെ പൊടുന്നനെ അത് നിശ്ചലമായി. അയാളുടെ കണ്ണുകൾ പുറത്തേക്കുന്തി. ശ്വാസനിശ്വാസം ഉയർന്നു പൊങ്ങി. പതിയെ ഒരു പാഴ്മരം കണക്കെ ബെഡിലേക്ക് വീണു.
വായിലൂടെ പതയും ചോരയും പുറത്തേക്കൊഴുകി. പ്രാണവായുവിനു വേണ്ടി പിടയുന്ന അയാളെ നോക്കി വിജയ് ചിരിച്ചിരിച്ചു. അച്ചുമോനെയും എടുത്ത് ഞാൻ പുറത്തേക്കിറങ്ങി നടന്നു. ഇനി ഇവനെ എൻ്റെ അമ്മയെ ഏൽപ്പിക്കണം. ഈ കൊലപാതകത്തിൻ്റെ ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വന്ന് അവൻ അമ്മയാകണം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.